ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന വുമൺസ് T20 മത്സരത്തിൽ ഇന്ത്യ 30 റൺസിനാണ് ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയത്. ഇതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത് ഷെഫാലി വർമ്മയുടെ ബാറ്റിംഗ്. രോഹിത് ശർമ്മയൊക്കെ ഫോം ആയിട്ടുണ്ടെങ്കിൽ ആ ബാറ്റിംഗ് ഇല്ല, ആ ഒരു രീതിയിൽ ഒരു ഫീമെയിൽ അല്ല ബാറ്റ് ചെയ്യുന്നത് തോന്നിപ്പോകും. മെയിൽ ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി ഷെഫാലി വർമ്മ. അതുപോലെ തന്നെ നമ്മുടെ 16 ബോളിൽ 40 റൺസ് നേടിയ റിച്ച ഘോഷ്, അവരുടെ ബാറ്റിംഗ് ആണെങ്കിൽ ഒരു മെയിൽ ബാറ്റ് ചെയ്യുന്ന ഡൊമിനന്റ് ആയിട്ടുള്ള ബാറ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ സ്മൃതി മന്ദാന തുടക്കത്തിൽ കുറച്ച് പതുക്കെയാണെങ്കിലും പിന്നീട് അവർ 48 ബോളിൽ നിന്ന് 80 റൺസ് എടുത്തു. തുടർന്ന് വന്ന ശ്രീലങ്കയുടെ ചമരി അത്തപ്പത്തു 37 ബോളിൽ നിന്ന് 52, ഹസിനി പെരേര 20 ബോളിൽ നിന്ന് 33. അവരെ തുടക്കം ഗംഭീരമാണെങ്കിലും ഇന്ത്യ അത്രയും സ്കോർ നേടിയത് കൊണ്ട് തന്നെ നമുക്ക് അറിയായിരുന്നു ഇത്രയും സ്കോറിലേക്ക് അവർ എത്തിച്ചേരില്ല എന്നൊരു നമുക്ക് ബാറ്റിംഗ് നമ്മൾ കളി കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നിയിരുന്നു. എന്നാലും ശ്രീലങ്കയുടെ ആ ഒരു ബാറ്റിങ്ങും നന്നായിട്ടുണ്ടായിരുന്നു. എടുത്തു പറയാനുള്ളത് ആ ഒരു ഷോട്ട്, ആ നമ്മുടെ ഷെഫാലി വർമ്മയുടെ ഒക്കെ ഒരു ഷോട്ടിന്റെ ആ ഒരു പവർ, അതുപോലെ ടൈമിങ്ങും പവറും എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് തുറന്നു വന്ന റിച്ച ഘോഷിന്റെയും, ഇവർ രണ്ടുപേരും ഇന്ത്യൻ ബാറ്റിങ്ങിന്, വുമൺസ് ബാറ്റിങ്ങിന് ഒരു മുതൽക്കൂട്ടാണെന്ന് തന്നെ പറയാം.